ഞങ്ങൾക്ക് ഒരു മറയും വേണ്ട, ഒരു കുടയും വേണ്ട. ആ വിഷയത്തില് നേർക്ക് നേരെ ജിന്ന വിഷയത്തിലേക്ക് കയറിയാൽ ആരാണ് ഇവിടെ പ്രതിയാവുക? ആരാണ് ഇവിടെ പ്രതിയാവുക? നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയം ജിന്ന്, സിഹ്ർ, ജ്യോത്സ്യം എന്ന പേരിൽ ആദ്യമായി കേരളക്കരയിൽ കൊണ്ടുവന്നതാരാ? നിങ്ങൾക്കറിയാമല്ലോ. മടവൂർ വിഭാഗത്തിലെ കുപ്രസിദ്ധനായ ഈ പ്രസ്ഥാനത്തെ തെരുവിലിട്ടുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്ക് അവഹേളിക്കുവാൻ വേണ്ട എല്ലാവിധ രേഖകളും എഴുതി അതൊരു പുസ്തകമാക്കി പുറത്തുവിട്ട MI സുല്ലമി എന്ന് പറയുന്ന മനുഷ്യൻ, ആ മനുഷ്യനാണ് ആദ്യം ഈ പ്രശ്നം ഇവിടെ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്കറിയോ? ഇത് ഇറക്കുമതി ചെയ്യുന്നത്, ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്, എന്നിട്ടൊരു പുസ്തകം തന്നെ ഇറക്കി. എന്താ പുസ്തകം? ജിന്ന്, സിഹ്ർ, ജ്യോത്സ്യം. ആ പുസ്തകം ഇറക്കിയതാരാ? MI സുല്ലമി ഇറക്കിയതാ. ഒരു മടവൂരിയുടെ ഫോട്ടോ കൊടുത്തിട്ട് എന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു മടവൂരിയുടെ ഫോട്ടോ അടക്കം വെച്ചിട്ടാണ് ഇറക്കിയത് ആ പുസ്തകം. നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ ആ പുസ്തകം ഇവിടെ ഇറക്കി MI സുല്ലമി ആദ്യമായി ഇറക്കി. മറുപടി ഉണ്ടോ മടവൂരികൾക്ക്? എടവണ്ണയിൽ ഞാനിത് വളരെ ശക്തമായി പറഞ്ഞു, മറുപടി വെച്ചു. അലിമൊല്ല വന്ന് പ്രസംഗിച്ചു, അതുപോലെ ലത്തീഫ് മുസ്ലിയാർ പ്രസംഗിച്ചു. മിണ്ടാനുള്ള ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഇവിടെ ഏതോ ഒരു മൂസസലായി, അപ്പൊ ആ മൂസസലായി ഇവിടെ പ്രസംഗിച്ചു. അദ്ദേഹത്തിന് മിണ്ടാൻ കഴിയുമെങ്കിൽ, ഇതിന് മറുപടി പറയാൻ കഴിയുമെങ്കിൽ അദ്ദേഹം പറയട്ടെ, അദ്ദേഹം വിശദീകരിക്കട്ടെ. ജിന്ന്, സിഹ്ർ, ജ്യോത്സ്യം എന്ന് പറയുന്ന പുസ്തകം MI സുല്ലമി കേരളത്തിൽ പുറത്തിറക്കിയെന്ന് മാത്രമല്ല, സൗദി അറേബ്യയിൽ കൊണ്ടുപോയി ആ പുസ്തകം തന്നെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ആ പുസ്തകമാണ് ദാ എന്റെ കയ്യിലുള്ളത്. നിങ്ങൾ നോക്ക്, ഈ പുസ്തകം ജിന്ന്, സിഹ്ർ, ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം. ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ ബാസ് സൗദി അറേബ്യയിലെ മുൻ മുഫ്തിയായിരുന്ന ഇബ്നു ബാസിന്റെ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. എന്നിട്ട് എന്താ ചെയ്തത്? ആ പുസ്തകം ഇറക്കി വിറ്റു എന്ന് മാത്രല്ല, ആ പുസ്തകത്തിന്റെ പരസ്യത്തിന്റെ ഹെഡിങ് കേട്ടോണേ, സൗദിയിൽ ഇസ്ലാം സ്വീകരിച്ച ഇന്ത്യക്കാരനായ ജിന്നിന്റെ കഥ. കണ്ടോ? ഇന്ത്യക്കാരനായ ജിന്നിന്റെ കഥ. തീർന്നോ? സിഹ്ർ എന്നാൽ എന്ത്? സിഹ്ർ യാഥാർത്ഥ്യമോ മിഥ്യയോ? സിഹ്ർ മനുഷ്യരെ ബാധിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചുവോ? സിഹ്ർ ബാധയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം? വെള്ളത്തിൽ മന്ത്രിച്ചൂതി കുടിക്കാമോ? ജിന്നുബാധ സത്യമോ മിഥ്യയോ? ജിന്നുബാധയിൽ നിന്ന് എങ്ങനെ മോചനം നേടാം? അംഗീകൃത ചികിത്സാ രീതി എങ്ങനെ ചികിത്സിക്കോ? ആ ചികിത്സയൊക്കെ പുസ്തകത്തിലുണ്ട്. മടവൂരികൾ പഠിപ്പിക്കണേ. സാധാരണക്കാരും പണ്ഡിതരും ഒരുപോലെ ആശയക്കുഴപ്പത്തിനകപ്പെട്ട പ്രസ്തുത ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താനുള്ള ആധികാരികമായ ഒരു ലഘുകൃതി ലോക പ്രശസ്ത സലഫി നായകനും സൗദി അറേബ്യയിലെ ഗ്രാൻഡ് മുഫ്തിയും അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെ അനിഷേധ്യ നേതാവുമായ ഷെയ്ഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബാസ് രചിച്ച ഒരു അമൂല്യ നിധി. സംഘടനാ പക്ഷപാതിത്വങ്ങൾക്കും സങ്കുചിത വീക്ഷണങ്ങൾക്കും അതീതമായി ചിന്തിക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു ഉത്തമ പുസ്തകം ജിന്ന്, സിഹ്ർ, ജ്യോത്സ്യം ഇസ്ലാമിക വീക്ഷണം. ബിൻ ബാസ് പബ്ലിക്കേഷന്റെ പ്രഥമ പ്രസിദ്ധീകരണം. വില 15 രൂപ, ഇപ്പോൾ 10 രൂപയ്ക്ക് ലഭിക്കുന്നു. ബിൻ ബാസ് പബ്ലിക്കേഷൻ, അൻവാർ നഗർ, കുനിയിൽ, കിഴുപ്പുറം, അരീക്കോട്. 67369 നൂഷിബു അരീക്കോട് പ്രസിലടിച്ച നോട്ടീസ്. ആരായി നോട്ടീസ് അടിച്ചത്? നമ്മുടെ ഈ MI സുല്ലമി.